ഈ കപ്പൽ ചെരിഞ്ഞു എന്നുള്ള കാര്യം കൊച്ചിയിൽ നിന്നും വാർത്തയായി വരുന്നുണ്ട്. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നുള്ള വിവരമാണ് കൊച്ചിയിലും ലഭിക്കുന്നത്. കപ്പലിൽ നിന്ന് എണ്ണ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും കരയിലേക്ക് ഒഴുകിപ്പോകാനും സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളാണ് കൊച്ചിയിലും വരുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കോസ്റ്റ് ഗാർഡിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ വിഷ്ണു? ഉന്മേഷ്, കോസ്റ്റ് ഗാർഡ് വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വിവരം ഇങ്ങനെയാണ്: കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് കപ്പൽ ചരിഞ്ഞു. ആ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിലൊരു വാതക ചോർച്ച അല്ലെങ്കിൽ എണ്ണ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ എണ്ണ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ആ എണ്ണ ഈ ജലത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള സാധ്യത, അത് കരയിലേക്ക് അടക്കം എത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. പക്ഷേ ഇതെന്താണ് ഈ എലമെന്റ് എന്ന് അറിയാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. കനത്ത മഴ കൂടി നിലവിൽ പെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കടലിലേക്ക് അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഈ തീരദേശ മേഖലകളിലേക്കൊക്കെ ഈ വെള്ളം പടർന്നെത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ആ എലമെന്റ് എന്നാണ് ഇനി വളരെ വ്യക്തതയോടുകൂടി അറിയാനുള്ളത്. ഇപ്പോൾ മറൈൻ ഗ്യാസ് ഓയിൽ, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വസ്തുക്കൾ അതിലുണ്ടോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, ആളുകൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഈ കപ്പലിൽ നിന്ന് ഒഴുകി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. എണ്ണച്ചോർച്ച ഉണ്ട് എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് എലമെന്റ് ആണെന്ന് പരിശോധിക്കണം. കുറച്ചു മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇനി കോസ്റ്റ് ഗാർഡ് കുറച്ചുകൂടി വിശദമായ ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നടക്കം അങ്ങോട്ടേക്ക് 28 നോട്ടിക്കൽ മൈൽ അപ്പുറത്തുള്ള ഈ കപ്പൽ പരിസരത്തേക്ക് ഇവിടെ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ സംഘം അടക്കം അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേവി അടക്കം സഹായിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. കാരണം മറൈൻ ഗ്യാസ് ഓയിൽ എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് എന്നുള്ളതാണ് ഒരു പരിശോധനയുടെ ഭാഗമായി നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് ആളുകളോട് ഒരു ജാഗ്രത പുലർത്തണം, പ്രത്യേകിച്ച് കടൽ പരിസരത്തൊക്കെ നിൽക്കുന്ന ആളുകളോട് ഒരു ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലായെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഉന്മേഷ്. വിഷ്ണു സുരേഷും ഷഫീദ് റാവുത്തറുമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ VLSFOയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ്, ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ഒരു കണ്ടെയ്നർ ഷിപ്പ് അത് അറബിക്കടലിൽ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ചെരിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ചില കാർഗോകൾ അറബിക്കടലിലേക്ക് വീണിട്ടുണ്ട്. മറ്റൊന്ന് VLSFOയുടെ സാന്നിധ്യം ഇപ്പോൾ ഈ അറബിക്കടലിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അത് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരമാണ്. അതുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി. ഈ സാധനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ സ്പർശിക്കരുത്. ഒരുപക്ഷെ അത് ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമാണ്, ഒരുപക്ഷെ തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ സ്പർശിക്കുകയോ അടുത്ത് പോവുകയോ ചെയ്യരുത്. കണ്ടാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്നിങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഈ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്ന് പറയുന്നതാണ് ഈ VLSFO എന്ന് പറയുന്നത്. ഇത് ഈ വലിയ ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. 2020 മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് കൂടിയ അളവിൽ സൾഫർ കണ്ടന്റ് ഉള്ള ഈ മിശ്രിതമായിരുന്നു ഷിപ്പുകളിൽ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ പിന്നീട് 2020 അതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അതിനുശേഷം ഈ സൾഫറിൻ്റെ അളവ് കുറവുള്ള ഇന്ധനമാണിപ്പോൾ ഈ വലിയ വെസലുകളിൽ ഉപയോഗപ്പെടുത്തുന്നത്. അത് ഈ പരിസ്ഥിതി പ്രശ്നത്തെ മുൻനിർത്തി അത്തരമൊരു റെഗുലേഷൻ കൊണ്ടുവന്നതാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലഭ്യമാകുന്ന വിവരം. ഏതായാലും അത് ഇപ്പോൾ കടലിൽ പറന്നൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള തരത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് വരുന്നത്. അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം ഉള്ളതാകാൻ സാധ്യതയില്ല. കാരണം ഈ സൾഫറിൻ്റെ അളവ് കുറവുള്ളത് കൊണ്ട് തന്നെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. വിഷ്ണു, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉന്മേഷ്, പുതിയ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒരു പക്ഷേ കോസ്റ്റ് ഗാർഡ് അടക്കം വിശദമായ ഒരു പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലിയർ പിക്ചർ അവർക്കും ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ മാത്രമാണ് ഈ വിവരം പുറത്തേക്ക് വന്നത്. ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് ഒരു കപ്പൽ ചരിഞ്ഞിട്ടുണ്ട്. ആ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയി കടലിലേക്ക് വീണു. ആ കപ്പലിൽ എണ്ണച്ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ആണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ
മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതെന്താണ് ഈ വാതകം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് കടൽ ജലത്തിലേക്ക് അലിഞ്ഞു ചേരുകയും ആ വെള്ളം മറ്റ് കരകളിലേക്കൊക്കെ ഉടൻ തന്നെ എത്താനുള്ള ഒരു സാധ്യതയും അവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹസാഡസ് എലമെന്റ് ആണെങ്കിൽ ഒരു പക്ഷേ ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ കടൽ തീരത്ത് അത്തരം ആളുകളോടൊക്കെ, പ്രത്യേകിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ആളുകളോടൊക്കെ കർശനമായ ഒരു നിർദ്ദേശം നൽകാൻ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നിട്ട് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തെങ്കിലും അസ്വാഭാവികമായി കടൽ ജലത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളോ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനുകളോ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഈ കപ്പൽ ഏത് സാഹചര്യത്തിൽ ചരിഞ്ഞു തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് വിശദമായ ഒരു പരിശോധനയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ നേവി അടക്കമുള്ള ആളുകളും ഈ വിഷയത്തിൽ ഒരു പരിശോധനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവരടക്കം പരിശോധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട്. എന്താണ് ഈ എലമെന്റ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. മറൈൻ ഗ്യാസ് ഓയിലിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. അതോടൊപ്പം ഈ കപ്പൽ എങ്ങനെ ചരിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. ഇത് എത്ര ദൂരത്തോളം ഇത് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു വിശദീകരണമൊക്കെ ലഭിക്കേണ്ടിയിരിക്കുന്നു. കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനയും അവരുടെ ഒരു വിലയിരുത്തലും ഒക്കെ ആയിരിക്കും ഇതിൽ നിർണായകം. പ്രത്യേകിച്ച് മഴ കൂടി കനക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു ഹസാഡസ് എലമെന്റ് ആണ് എങ്കിൽ അത് പെട്ടെന്ന് കരയിലേക്കൊക്കെ എത്തും. അത് വലിയ വെല്ലുവിളിയാകും. എന്നാൽ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്തരത്തിലൊരു എലമെന്റ് അവിടെ ഇല്ല. മറൈൻ ഗ്യാസ് ഓയിൽ മാത്രമാണ്. മറൈൻ ഗ്യാസ് ഓയിൽ ആണെങ്കിൽ അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. അതൊരു ഇതിനു മുൻപും സമാനമായ രീതിയിൽ കടൽ ജലത്തിൽ മറൈൻ ഗ്യാസ് ഓയിലൊക്കെ അലിഞ്ഞു വരുന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഒരു കൺഫർമേഷൻ, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു കൺഫർമേഷൻ ഇനിയും ലഭ്യമാകാനുണ്ട്. അത് ദുരന്ത നിവാരണ അതോറിറ്റിയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭ്യമാക്കും. ദുരന്ത നിവാരണ അതോറിറ്റി കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഉന്മേഷ്, ശരി, തുടരുക വിഷ്ണു.